ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴവും മുട്ടയും മിക്സിലടിച്ച് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്തിട്ടുള്ള നല്ല രീതിയിൽ പഴുത്തിട്ടുള്ള ഒരു വലിയ നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ഇതിലേക്ക് കറക്റ്റായിട്ടുള്ള മധുരമാണ് ഉള്ളത്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയിട്ട് എടുത്താൽ മതിയാകും. കൂടെ തന്നെ 2 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഉണ്ടാകുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. പഞ്ചസാരയും ഗ്രാമ്പും കൂടെ നല്ല പോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് വെച്ചിട്ട് അളന്നെടുത്താൽ മതിയാകും. അതും കൂടി ഈ ഒരു അരിപ്പിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. 2 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിയിട്ട് പോകണ്ട. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം തന്നെ അരിച്ചെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യമായിട്ടും അരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു അരിപ്പ മാറ്റിൻ്റെ ശേഷം വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു 7 ഇഞ്ച് വരുന്ന ഒരു കേക്കിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇനി കേക്കിന് ടിന്നില്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിലേക്കും എല്ലായിടത്തേക്കും ഓയിൽ ആവുന്ന രീതിയിൽ വേണം സ്പ്രെഡാക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. താഴെ ഒട്ടി പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കിയിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞാലും മതിയാകും. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ വലിയ മുട്ട നോക്കിയിട്ട് എടുക്കണം. എന്നാലേ കേക്കിന് നല്ല രീതിയിൽ ഹൈറ്റ് ഉണ്ടാകുള്ളൂ. ഇത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പഞ്ചസാരയും ഗ്രാമ്പും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഈ ഒരു മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതായ രീതിയിൽ നല്ല പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി. ഇതേ രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സ് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് അരി ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, അപ്പോൾ കട്ട പിടിക്കും മൈദ ആയതുകൊണ്ട് തന്നെ. ഇതുപോലെ 2-3 ഭാഗമായിട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതിയാകും. ഒട്ടും കട്ടയൊന്നുമില്ലാതെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള കുക്കറൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇതുപോലത്തെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തിയിട്ട് വെച്ച് കൊടുത്താലും മതിയാകും. ഇനി അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് അവിടെ ഇരുന്ന് ചൂടാക്കിയിട്ട് വരട്ടെ. ഇനി നേരത്തെ പഞ്ചസാര പൊടിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ ഒരു സെയിം മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു മിക്സ് നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ആ ഒരു ബാറ്ററിലേക്ക് മൊത്തത്തിൽ ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ഇതൊന്ന് മിക്സായിട്ട് വരട്ടെ. നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ആ ഒരു കേക്കിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം.
ഇനി ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഹോൾസൊക്കെ ഉണ്ടാകും. അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ബേക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഇതാ നേരത്തെ ചൂടാകാനായിട്ട് വെച്ചിട്ട് കുക്കർ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ടിന്നങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 45 മുതൽ 50 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇനി ഓരോരുത്തരും എടുക്കുന്ന കുക്കറിനനുസരിച്ച് ചിലപ്പോൾ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നേക്കും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കുക. നല്ല പോലെ അടിപൊളിയായിട്ട് പൊങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലും കൂടി വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഉള്ളൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇതാ ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വിടിച്ചെടുത്താൽ മതിയാകും. എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ ടിന്നിൽ നിന്ന് അങ്ങ് വിട്ട് വന്നോളും. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റി വെക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടും കട്ടാക്കി എടുക്കുക. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലേക്ക് കൊടുത്ത് വിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സും കൂടിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്